Hi everyone, welcome back. Today we are going to discuss some important questions from the polynomial. Okay. പോളിനോമിയലിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം പോളിനോമിയലിൽ നിന്ന്. ക്ലാസ് 10ലുള്ള കുട്ടികൾക്ക് ഉള്ള ടോപ്പിക്കാണ് പോളിനോമിയൽ. ക്വസ്റ്റ്യൻ: if alpha and beta are the zeros of the polynomial f of x is equal to ax square plus bx plus c, then evaluate alpha square plus beta square. Second one, alpha by beta plus beta by alpha. Third one, alpha cube plus beta cube. Fourth, 1 by alpha cube plus 1 by beta cube. Fifth, alpha square by beta plus beta square by alpha. Okay. First, നമ്മൾ ഈ ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യണം. Alpha square plus beta square is equal to alpha plus beta in the whole square minus 2 alpha beta. Alpha cube plus beta cube is equal to alpha plus beta in the whole cube minus 3 alpha beta into alpha plus beta. Alpha raised to 4 plus beta raised to 4 is equal to alpha square plus beta square the whole square minus 2 alpha square beta square. ഈ 3 ഫോർമുലാസും നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ, ഇതാണ് നമുക്ക് കാണേണ്ടത്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദി സീറോസ് ഓഫ് ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ plus bx plus c, bx plus c. Okay, first we should write alpha plus beta, sum of the zeros. Sum of 0 means that is minus b by a. Then product of the zeros, that is equal to c by a. Okay, ഇത് രണ്ടും നമുക്കറിയാം. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ, ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു സി ബൈ എ. Then we should find out ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇതിനകത്തുനിന്ന് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഫോർമുലയുണ്ട്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ, ഇവിടെ എഴുതാം ഞാൻ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. കണ്ടോ? അപ്പം നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആൽഫ പ്ലസ് ബീറ്റ മീൻസ് ദാറ്റ് ഈസ് മൈനസ് ബി ബൈ എ. സോ വി ഷുഡ് റൈറ്റ് ഹിയർ മൈനസ് ബി ബൈ എ ഇൻ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ മീൻസ് ദാറ്റ് ഈസ് സി ബൈ എ. സോ വി ഷുഡ് റൈറ്റ് ഹിയർ സി ബൈ എ. സി ബൈ എ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എ സ്ക്വയർ minus 2c by a, 2c by a. Then we should take the LCM there. Then we will get a square upon b square minus 2ac. അല്ലേ? ഇവിടെ a square, then we should write here b square. ഇവിടെ a മാത്രമേ ഉള്ളൂ. Then we should multiply the numerator with a. Then we will get b square minus 2ac by a square. Okay. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ തന്നാലും ആദ്യം നമ്മൾ സം ഓഫ് ദി സീറോസും പ്രോഡക്റ്റ് ഓഫ് ദി സീറോസും എഴുതി വയ്ക്കുക. ഓക്കെ, ആൽഫ പ്ലസ് ബീറ്റ കണ്ടു, ആൽഫ ബീറ്റ കണ്ടു. എന്നിട്ട് പിന്നെ നമുക്ക് കണ്ടുപിടിക്കുന്നത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിനകത്ത് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ വി ഷുഡ് take this formula alpha square plus beta square that is equal to alpha plus beta in the whole square minus 2 alpha beta. That is equal to minus b by a. Alpha plus beta means that is minus b by a. The whole square minus 2 into alpha beta means that is c by a. So we will get b square by a square minus 2c by a. That is equal to b square minus 2ac by a square. F of x is equal to ax square plus bx plus c. Then sum of the zeros alpha plus beta is equal to minus b by a. Alpha beta is equal to c by a. Okay, that is second question.
Second one, f of x is equal to ax square plus bx plus c. Alpha plus beta is equal to minus b by a. Alpha beta is equal to c by a. Then second one, alpha by beta plus beta by alpha. Okay. ഇനി നമ്മൾ LCM എടുക്കണം. അപ്പോൾ നമുക്ക് ആൽഫ ബീറ്റ അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ക്രോസ് ചെയ്ത് കൊടുത്താൽ മതി. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഓക്കെ. അപ്പോൾ നമുക്ക് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മീൻസ് ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ in the whole square minus 2 alpha beta, that is numerator. Okay, alpha square plus beta square divided by alpha beta. Alpha square plus beta square is equal to alpha plus beta in the whole square minus 2 alpha beta divided by alpha beta. കണ്ടോ? അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനകത്ത് എല്ലാം നമുക്ക് ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൽഫ പ്ലസ് ബീറ്റ നമുക്കറിയാം മൈനസ് ബി ബൈ എ ആണ്. നമ്മളുടനെ മൈനസ് ബി ബൈ എ ദ ഹോൾ സ്ക്വയർ കണ്ടോ, ബ്രാക്കറ്റ് ഇട്ടിട്ട് സ്ക്വയർ ഇടുക. മൈനസ് 2 ആൽഫ ബീറ്റ. ആൽഫ ബീറ്റ മീൻസ് ദാറ്റ് ഈസ് സി ബൈ എ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ. ആൽഫ ബീറ്റ മീൻസ് ദാറ്റ് ഈസ് സി ബൈ എ. ഓക്കെ. then that is equal to minus b by a the whole square means b square by a square minus 2c by a into ഇത് റെസിപ്രോക്കൽ എഴുതുക. അപ്പോൾ നമുക്ക് a by c കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി നമ്മൾ LCM എടുക്കുക ഇവിടെ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് a സ്ക്വയർ അപ്പോൾ കണ്ടോ എ സ്ക്വയറും എയുടെ LCM എ സ്ക്വയർ ആണ്. ഇവിടെ എ സ്ക്വയർ ഉണ്ട്. സോ വി ഷുഡ് റൈറ്റ് ഉള്ളി ബി സ്ക്വയർ മൈനസ് ഇവിടെ എ മാത്രമേ ഉള്ളൂ. സോ വി ഷുഡ് മൾട്ടിപ്ലൈ ദിസ് വിത്ത് 2ac ഇൻറ്റു എ ബൈ സി. ഓക്കെ. ദിസ് ആൻഡ് ഹിയർ 1a വി ഹാവ് ടു ക്യാൻസൽ ദെയർ. ദെൻ ബി സ്ക്വയർ മൈനസ് 2ac ബൈ ac. ഓക്കെ. അപ്പോൾ ശ്രദ്ധിച്ചേ. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് സം ഓഫ് ദി സീറോസും പ്രോഡക്റ്റ് ഓഫ് ദി സീറോസും എല്ലാ ക്വസ്റ്റ്യനിലും സെയിം തന്നെയാണ്. കാരണം നമ്മൾ എടുക്കുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. അപ്പോൾ ആൽഫ ബൈ ബീറ്റ പ്ലസ് ബീറ്റ ബൈ ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു ദെൻ വി ഷുഡ് ടേക്ക് ദ LCM ആൽഫ ബീറ്റ ദെൻ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ ആൽഫ ബീറ്റ. Alpha square plus beta square means that is alpha plus beta in the whole square minus 2 alpha beta. We should write here alpha plus beta in the whole square minus 2 alpha beta here. Then we should substitute there minus b by a the whole square minus 2 into alpha beta means that is c by a divided by alpha beta means that is c by a. Here minus b by a the whole square is equal to b square by a square minus 2 into c by a into then should take the reciprocal of this that is a by c. So here a square upon b square minus 2ac into a by c. You should cancel a and a. Then b square minus 2ac divided by ac. Next, third question. Alpha cube plus beta cube. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ ആൽഫ ബീറ്റ ഈസ് സി ബൈ എ. അത് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബാണ് നമുക്ക് കാണേണ്ടത്. തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബിൻ്റെ ഫോർമുല നമുക്കിവിടെ അറിയാം. ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ ക്യൂബ് മൈനസ് 3 ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. ഈ ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഇൻ ദ ഹോൾ ക്യൂബ് മൈനസ് 3 ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഇൻ ദ ഹോൾ ക്യൂബ് ദാറ്റ് ഈസ് മൈനസ് ബി ബൈ എ ദ ഹോൾ ക്യൂബ് മൈനസ് 3 into alpha beta. Alpha beta means that is c by a into alpha plus beta that is minus b by a. Okay, that is equal to minus b by a the whole raised to 3 that is minus b cube by a cube
Okay, minus into minus, that is plus 3bc by a square. 3bc by a into a square. Then we should take the LCM there. A cube and a square we can write here a cube. So that is minus b cube plus here only a square. So we should multiply this numerator with the a. Then we will get 3abc. So our answer is 3abc minus b cube divided by a cube. Okay. Alpha cube plus beta cube, that is equal to alpha plus beta the whole cube minus 3 alpha beta into alpha plus beta. Okay, then we should substitute there. Alpha plus beta means that is minus b by a the whole cube minus 3 into alpha beta means that is c by a into alpha plus beta means that is minus b by a. Minus b by a the whole raised to 3, that is minus b cube by a cube. Minus into minus, that is plus, then 3bc by a square. Then we should take the LCM, then we will get minus b cube plus 3abc by a cube, that is equal to 3abc minus b cube divided by a cube. Fourth question, that is 1 by alpha cube plus 1 by beta cube, that is equal to, we should take the LCM there, then we will get beta cube plus alpha cube divided by alpha cube into beta cube. Okay, we should take the LCM there, then beta cube plus alpha cube divided by alpha cube into beta cube. We know alpha cube plus beta cube is equal to alpha plus beta the whole cube minus 3 alpha beta into alpha plus beta divided by alpha beta the whole cube. Alpha cube into beta cube, that is alpha beta the whole cube. Okay, then that is equal to alpha plus beta the whole cube. Alpha plus beta we know that is minus b by a the whole cube minus 3 alpha beta, 3 into alpha beta means that is c by a, 3c by a into alpha plus beta that is minus b by a, that is the numerator, then divided by alpha beta the whole cube. Alpha beta the whole cube means c by a the whole cube, that is equal to minus b cube by a cube. Minus into minus means that is plus, that is 3bc by a square into, then we should take the reciprocal of that, that is a cube by c cube. Okay, then we should take the LCM here, that is LCM, that is a cube, then we can write here minus b cube plus 3abc into a cube by c cube. Okay, then we can cancel this a cube and a cube, then we can write here 3abc minus b cube divided by c cube. Okay, that is fourth question. 1 by alpha cube plus 1 by beta cube, that is equal to, take the LCM there, alpha cube and
beta cube, then we should write here beta cube plus alpha cube divided by alpha cube into beta cube. Alpha cube plus beta cube, that we know alpha plus beta the whole cube minus 3 alpha beta into alpha plus beta divided by alpha beta the whole cube. Alpha plus beta, that we know, that is minus b by a, so we should write here minus b by a the whole cube minus 3 into alpha beta means that is c by a, so we should write here c by a into the alpha plus beta means that is minus b by a divided by alpha beta the whole cube means that is c by a the whole cube, that is equal to minus b cube by a cube plus minus into minus means that is plus 3bc by a square into, should take the reciprocal there, a cube by c cube minus b cube plus LCM a cube here, so we should write here a also plus 3abc divided by a cube into a cube by c. You can cancel this a cube and a cube, then we will get 3abc minus b cube divided by c cube. Fifth one, alpha square by beta plus beta square by alpha. Okay, that is equal to, you should take the LCM, that is alpha beta, then we can write here alpha cube plus beta cube. Okay, alpha cube plus beta cube, that is equal to alpha cube plus beta cube means alpha plus beta the whole cube minus 3 alpha beta into alpha plus beta divided by alpha beta. Then we should substitute here alpha plus beta the whole cube, alpha plus beta, that is minus b by a the whole cube minus 3 alpha beta means 3 into c by a into alpha plus beta means that is minus b by a divided by alpha beta means that is c by a, that is equal to minus b cube by a cube plus 3bc by a square divided by c by a. Then that c by a divided by c by a, that is equal to, we should take the LCM here, minus b cube plus 3abc into a by c. We should take the reciprocal of this divided by here a cube. Then we will get, that is equal to, we can cancel one a from here and this a, then we will get 3abc minus b cube divided by a square c. Okay, once again, alpha square by beta plus beta square by alpha is equal to alpha cube plus beta cube divided by alpha beta. Alpha cube plus beta cube, that is alpha plus beta in the whole cube minus 3 alpha beta into alpha plus beta divided by alpha beta. Alpha plus beta the whole cube, that is minus b by a the whole cube minus 3 into alpha beta means that is c by a into alpha plus beta means that is minus b by a. Then you can write here minus b cube divided by a cube, minus into minus means that is plus 3bc by a square divided by c by a. Then we will get minus b cube, you should take the LCM here, minus b cube plus 3abc by a cube into, we should take the reciprocal of c by a, that is a by c. Then you can cancel one a from here and here, then you can write here 3abc minus b cube divided by a square c. Okay, അപ്പോൾ നമ്മുടെ ഈ ഫോർമുല നമുക്ക് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ നമ്മൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ പ്രോബ്ലംസ് നമ്മുടെ 10th ബോർഡ് എക്സാംസിനൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ടീച്ചർ ഉടനെ തന്നെ
ഇത് ഈ α/4 പ്ലസ് β/4ൻ്റെ പ്രോബ്ലം ചെയ്തിട്ടില്ല. അതിപ്പോൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ അതായിരിക്കും എടുക്കുന്നത്. അപ്പം ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.